രജാൻസ് നമുക്ക് ചുരിദാറിൻ്റെ അടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പ്യോർ ടസർ പോലെ തന്നെയാട്ടോ ഇത് കാണാൻ. ശരിക്കും നമ്മുടെ ഒരു 80 ഗ്രാമൊക്കെ വരുന്ന സൈസ് ആ ഒരു ടസറിൻ്റെ ഫിനിഷ് തന്നെ ഇതിന് കൊടുത്തേക്കുന്നത്. ശരിക്കും ടസർ ഫീലാണ് കേട്ടോ. ചെറുതെങ്കിൽ കട്ടി കൂടുതലൊക്കെ വരാറുണ്ട്, പക്ഷേ ഇതിനങ്ങനെ ഒരുപാട് കട്ടിയില്ല. ശരിക്കും നമുക്ക് ആ ഒരു ടസറിൽ ടച്ച് ചെയ്യുന്ന അതേ ഫീൽ തന്നെ ഇതിന് കിട്ടും. ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം നല്ലതായിട്ട് ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. ടസറിൽ ആ ഒരു ബീഡ്സ് വരുന്ന ഒരു ലുക്കില്ലേ, അങ്ങനത്തെ സെയിം ലുക്ക് നല്ല ലൈറ്റ് കളർ ചാർട്ടിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ടസർ തന്നെയാണെന്ന് തോന്നിക്കും. ഇതിൻ്റെ അകത്ത് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്കകത്താണെങ്കിലും ഇതുപോലെ ഫുൾ പ്രിൻ്റ് ആണ്. നല്ല ലെങ്ത് ഉണ്ട്. ഏകദേശം ഒരു 2000 റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാട്ടോ. ഞാൻ ഇത് അടുപ്പിച്ച് കാണിക്കാം. ഫ്രണ്ട് പോർഷനിലെ ഡിസൈനെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. കളറും ഒരു ലൈറ്റ് പീച്ച് കളർ എന്ന് പറയാം കേട്ടോ. നല്ല ലൈറ്റായിട്ടുള്ള പീച്ച് കളറാണ്. ഇങ്ങനെ ഒരു ചെറിയ സ്ട്രൈപ്സിൻ്റെ പാറ്റേൺ ഡിസൈൻ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ടല്ല, ലൈറ്റായിട്ടേ ഉള്ളൂ. ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ. നമ്പർ Y703, റേറ്റ് 1990. രണ്ടാമത്തെ ഷെയ്ഡ് ഇതാ കേട്ടോ. നല്ല അടിപൊളി ലൈറ്റ് ഗ്രീൻ കളറാണ്. അതിൻ്റെ കൂടെ പീച്ച് കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സിൽക്കിൽ വരുന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു ഫീൽ തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല വലിപ്പം കേട്ടോ. എനിക്ക് തോന്നുന്നു 2.5 എബോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ടാസൽസ് വരുമ്പോൾ ആ ഒരു ഫുൾ ലെങ്ത്തിൽ കിടക്കും. ടോപ്പിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. മടക്കി വെച്ചേക്കുന്നത് കളർ കോമ്പിനേഷൻ നല്ല രസമില്ല. നല്ല ലൈറ്റ് ഗ്രീനിൽ ഓനിയൻ പിങ്കിൻ്റെ കോമ്പിനേഷനിൽ, ഓനിയൻ പിങ്കും പീച്ചും ചേർന്ന കോമ്പിനേഷനിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സിൻ്റെ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക്, ചെറിയൊരു പേൾ വർക്കും ഉണ്ട് കേട്ടോ. നമ്പർ Y702, റേറ്റ് 1990. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതൊരു ലൈറ്റ് ഓനിയൻ പിങ്കിൻ്റെയൊക്കെ ഷെയ്ഡാണ് കേട്ടോ. പീച്ച് അല്ല, ഓനിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. സെയിം ആ ഒരു ഡിസൈനും വർക്കും ഒക്കെ പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊരു സർദോസി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ലുക്ക് കൂടുതൽ വരും. നമ്മുടെ സാധാരണ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടില്ല, ഇതിൽ എക്സ്ട്രാ ഒരു സർദോസി വർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ടാസൽസ് ഇല്ലാതെ തന്നെ 2.5 കിട്ടും. ബോട്ടം സെയിം കളർ തന്നെ, ലൈറ്റ് ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ്. നമ്പർ Y704, റേറ്റ് 1990. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ കളറാണ്. എല്ലാ ഷെയ്ഡ്സും ലൈറ്റാണ്, പക്ഷേ ഒരു പ്രത്യേക ലുക്കുള്ള കളേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തായാലും ഇത് ചൂസ് ചെയ്യാം. അതായത് പേസ്റ്റൽ കളർ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു പ്രിൻറ്റിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ അത്രയും ഒരു ലെവലിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കാണുമ്പോഴേ അങ്ങ് ഇഷ്ടപ്പെടും. ചിലത് ഡാർക്ക് ഷെയ്ഡ് ഇടുന്നവർക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഷെയ്ഡിൽ ഇങ്ങനത്തെ പ്രിൻറ്റുകളൊക്കെ ഇട്ടാൽ ഭയങ്കര ഒരു എടുപ്പ് കൂടുതൽ വരും കേട്ടോ. അതായത് ഇങ്ങനെ കളർ കൊണ്ടുള്ള എടുപ്പല്ല, അല്ലാതെ ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഒരു പ്രത്യേക ഡിഫറെൻറ്റ് ലുക്കുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രൈ ഇല്ലാത്തവർ എന്തായാലും ഇങ്ങനത്തെ ഒരു ഐറ്റം കൂടെ എടുത്ത് നോക്കണം. കാരണം മിക്കവർക്കും തന്നെ ചേരും. ചിലരുടെ വിചാരം ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ചിലപ്പോൾ ചേരുമില്ലെന്നായിരിക്കും, പക്ഷേ ഇങ്ങനത്തെ മോഡലൊക്കെ എന്തായാലും ചേരും കേട്ടോ. മിക്കവർക്കും തന്നെ ചേരുന്ന ഷെയ്ഡ്സ് ആയതൊക്കെ ലൈറ്റ് കളറാണ്. പക്ഷേ ഭയങ്കര ഒരു വേറൊരു ഫീലാണ് ഈ ഒരു മെറ്റീരിയൽ ഇടുമ്പോൾ. നമുക്ക് ഭയങ്കര കളർഫുൾ ഇടുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ലുക്ക്. അപ്പോൾ ഇതിനെയും കോമ്പിനേഷൻ സെയിം തന്നെ, നല്ല ഭംഗിയുള്ള ഫ്ലവർ ഡിസൈൻ ആട്ടോ കൊടുത്തേക്കുന്നത്. ഇത് വീതി നീളമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ടസർ ടച്ച് ചെയ്യുന്ന അതേ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതിനും ഒനിയൻ പിങ്ക് ആണ് കോമ്പിനേഷൻ. ഒനിയൻ പിങ്കും ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിൻ്റെ സെയിം കളർ വെച്ചിട്ട് ബോട്ടം ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്പർ Y705, റേറ്റ് 1990. ഇതിൻ്റെ ലാസ്റ്റ് കളർ 5 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ്. എല്ലാത്തിനും ഞാൻ ആ ലൈറ്റ് എടുത്ത് പറയുന്നത് എല്ലാ ഷെയ്ഡ്സും ആ ഒരു ലൈറ്റ് കോമ്പിനേഷൻ ചെയ്തേക്കുന്നത്. ഇതിലും ആ ഒരു ഓനിയൻ പിങ്കും യെല്ലോയും ചേർന്ന കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് വരുന്നത്. ഇതെല്ലാം കട്ട് ബീഡ്സ് ആട്ടോ. കട്ട് ബീഡ്സും സർദോസി വർക്ക്, പിന്നെ കുഞ്ഞായിട്ട് പേളിൻ്റെ ഡിസൈനും ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിനും ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നതും സെയിം കളർ തന്നെയാണ് കേട്ടോ. തീരെ ലൈറ്റ് ഒരു ഗോൾഡൻ യെല്ലോ ടൈപ്പ് ഷെയ്ഡ്. പിന്നെ നമ്പർ Y706, റേറ്റ് 1990.